ചിലപ്പോൾ നമ്മൾ ദേവാലയത്തിലേക്ക് വരുന്നത് മനസ്സിൽ കൊടിയ പക സൂക്ഷിച്ചുകൊണ്ടാവാം. നമുക്ക് ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു മേഖല അതാണല്ലോ. ചിലരോടൊക്കെ നമുക്ക് ക്ഷമിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഈ ദേവാലയത്തിൽ വന്ന് ഇവിടെയുള്ള തിരുസ്വരൂപങ്ങളൊക്കെ കാണുമ്പോൾ, പ്രത്യേകിച്ചും ഈശോയുടെ ക്രൂശിത രൂപമൊക്കെ കാണുമ്പോൾ നമ്മോട് തന്നെ ഈശോ സംസാരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മളോട് തെറ്റ് ചെയ്യുന്നവരോട് നാം ക്ഷമിക്കേണ്ടതായിട്ടുണ്ട്. പാപസങ്കീർത്തനത്തിനായിട്ട് ഒരാൾ അണയുമ്പോൾ അവൻ്റെ പാപങ്ങളുടെ മോചനമാണ് അവൻ ആവശ്യപ്പെടുന്നത്. പക്ഷേ അതിന് മാനദണ്ഡമായിട്ട് പറയുന്നത് നിൻ്റെ കടക്കാരനോട് നീ ക്ഷമിച്ചിരിക്കണം. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ക്ഷമിക്കാനുള്ള ശക്തി നേടിക്കൊണ്ട് നമുക്ക് ഈ ദേവാലയത്തിൽ നിന്ന് മടങ്ങാനായിട്ട് കഴിയണം. ജീവിതത്തിൽ ആരോടെങ്കിലും നമ്മൾ പക സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൽ വലിയ മുറിവുകളാണ് സൃഷ്ടിക്കുന്നത്. ഞാൻ ഓർമ്മിക്കുന്ന ഒരു സംഭവം എൻ്റെ ഇടവക ശുശ്രൂഷ കാലയളവിലുണ്ട്. 10-13 വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ദേവാലയത്തിൽ ഒരു പള്ളിയിലെ വികാരിയായിട്ട് ശുശ്രൂഷയ്ക്കായിട്ട് നിയോഗിക്കപ്പെട്ട് അവിടെ ചെന്ന് നടത്തുന്ന ആദ്യത്തെ ചടങ്ങ് എന്ന് പറയുന്നത് ഒരു കുർബാന അർപ്പിച്ചത് അവിടെ ആ ഇടവകയിൽ 1 വർഷം മുമ്പ് മരിച്ചുപോയ ഒരാളുടെ അടിയന്തര കുർബാനയാണ്. അപ്പോൾ ആ കുർബാന പള്ളിയിൽ ചൊല്ലിയിട്ട് വീട്ടിൽ ചെന്ന് വീട്ടിലെ ചടങ്ങുകൾ നടത്തി തീർന്ന് മടങ്ങാറായപ്പോൾ ആ മരിച്ചുപോയ ആളുടെ ഭാര്യ എൻ്റെ അടുക്കൽ കരഞ്ഞുകൊണ്ട് വന്ന് പറഞ്ഞു, അച്ഛാ, എല്ലാ മനുഷ്യരും മരിക്കുമെന്നൊക്കെ എനിക്കറിയാം, ഞാനും ഒരിക്കലും മരിക്കും, എൻ്റെ ഭർത്താവും മരണത്തിന് വിധേയനായിരിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ അദ്ദേഹം മരിച്ച സാഹചര്യം എൻ്റെ മനസ്സിനെ വിഷമിപ്പിക്കുന്നു. എന്താണെന്ന് ചോദിച്ചാൽ, മരിച്ച അന്ന് രാത്രി വൈകുന്നേരം ഞങ്ങൾ രണ്ടുപേരും പരസ്പരം കലഹിച്ചാണ് കിടക്കാനായിട്ട് പോയത്. ഒരു കട്ടിലിലാണ് കിടന്നതെങ്കിലും പരസ്പരം മുഖം നൽകാതെ ഞങ്ങൾ കിടന്ന് ഉറങ്ങി. പ്രഭാതത്തിൽ ഞാൻ എഴുന്നേറ്റ് അടുക്കള ജോലിക്കായിട്ട് പോയി. ഭർത്താവ് പതിവ് സമയത്ത് എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നതായി കാണാത്തതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ അടുക്കളയിൽ നിന്ന് വിളിച്ചു. അദ്ദേഹം എഴുന്നേൽക്കാത്തതായിട്ട് കണ്ടപ്പോൾ കൂടുതൽ ആക്രോശിച്ച് ഞാൻ സംസാരിച്ചു. വീണ്ടും അദ്ദേഹം എഴുന്നേൽക്കുന്നതായിട്ട് കാണാത്തപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അദ്ദേഹം മരിച്ചു കിടക്കുന്നതായിട്ടാണ് കണ്ടത്. ഇതാണ് എൻ്റെ മനസ്സിനെ വിഷമിപ്പിക്കുന്നത്. മരണത്തിന് മുമ്പായിട്ട് ഭർത്താവുമായി രമ്യതയിലാകാൻ കഴിയാതെയുള്ള ഒരു വേർപാട് സംഭവിച്ചല്ലോ എന്നുള്ള വേദന എൻ്റെ മനസ്സിനെ മഥിക്കുന്നു എന്നുള്ളത്. ഇതുപോലുള്ള എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് ജീവിതത്തിലുണ്ടാവാം. നമുക്കാരോടെങ്കിലും വിരോധമുണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ക്ഷമിച്ച് രമ്യപ്പെടാനായിട്ട് നമുക്ക് കഴിയണം. അങ്ങനെ നമുക്ക് വീട്ടിലിരുന്ന് ആലോചിക്കുമ്പോൾ ബുദ്ധിമുട്ട് വരുമ്പോഴാണ് നമ്മൾ ഈ ദേവാലയത്തിൽ എത്തേണ്ടത്. ഈ ദേവാലയത്തിൽ വന്ന് കർത്താവിൻ്റെ ക്രൂശിത രൂപത്തിലേക്ക് നോക്കി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഒരു ബലിയിൽ പങ്കെടുത്ത് പോകുമ്പോൾ നമുക്ക് ക്ഷമിക്കാനായിട്ടുള്ള ശക്തി ദൈവം കൂടുതലായിട്ട് തരും. അതുകൊണ്ട് ഈ ദേവാലയം പൊതുവായിട്ടുള്ള ആരാധനാ പരികർമ്മങ്ങൾക്ക് വേണ്ടി ജനക്കൂട്ടത്തോടുകൂടി നമ്മൾ എത്തുന്നത് കൂടാതെ നമുക്ക് സ്വകാര്യമായിട്ട് വന്ന് ഈ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് കഴിയണം. ഈ ദേവാലയത്തിൽ വന്ന് നമ്മൾ ദൈവത്തോട് അഭ്യർത്ഥന നടത്തുമ്പോൾ ഒരിക്കലും അവിടുന്ന് നമ്മളോട് പറയുകയില്ലല്ലോ, നീ ഇന്നയാളോട് ക്ഷമിക്കേണ്ടതില്ല എന്ന്. ക്ഷമിക്കണമെന്ന് മാത്രമേ ഈശോ നമ്മളോട് പറയുകയുള്ളൂ. അതുകൊണ്ട് ആ ശക്തി നമുക്ക് നേടാനായിട്ട് ഈ ബലിപീഠം, ഈ ദേവാലയം കാരണമായിട്ട് തീരട്ടെ.